ഇല്ലണ്ണ ഞാനിനി ജീവിക്കണില്ല. ഇല്ല വേണ്ടെന്നാ. അയ്യോ അത് പറ്റൂലണ്ണ. പ്രോഗ്രാം ഇന്ന് കിങ് ഓഫ് ഡേ ഇന്ന് തന്നെ. ഇത്തിരി തന്നെണ്ണ. ഇല്ല പറ്റൂല. ഇല്ലെന്നേ. ഇല്ല അവർ ശരിയല്ലെന്ന്. വലിയ കുഴപ്പമൊന്നും. അല്ലെങ്കിൽ ആ പെണ്ണ് കണ്ടില്ല, ആ ചോദ്യങ്ങളൊന്നും ശരിയല്ല, വളരെ മോശമൊന്നും. നമുക്കൊരു സ്റ്റാൻഡേർഡൊക്കെ ഉള്ളതല്ലേ എണ്ണ. പോവാനാ? ഇല്ല വിളിച്ചാലും ഞാൻ പോകില്ല. ഇല്ലെണ്ണ ഞാൻ പോകില്ല. ഞാനിപ്പോൾ ട്രെയിൻ വരാനായിട്ട് സമയം ചുമന്ന ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരും. അല്ലല്ല ഞാനേ പോകണില്ലെന്ന്. എന്തിനെന്ന് ഇങ്ങനെയുള്ള പ്രോഗ്രാം എടുക്കണേക്കാളും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. പോവാനാ? ഇല്ലെണ്ണ പരിപാടിയെല്ലാം ഞാൻ മതിയാക്കി. കിങ് ഓഫ് ഡേ എന്ന പരിപാടിയെ മതിയാക്കി. ഇനി അതിൽ പോണതുമില്ല. ഒരു മാറ്റമില്ല. ഇല്ല പക്ഷെ എന്താണ് എന്നും ചോദ്യങ്ങൾ നല്ലത് പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ കേൾക്കയില്ല. എവിടെയെങ്കിലും കിടക്കുന്ന വഴിപാട് കേസുകൾ വന്ന് വരാ ചോദ്യങ്ങൾ. എന്തൊരു ചോദ്യങ്ങളാണ് ഇത്. അന്നത് കാണണേല്ലേ? പക്ഷെ കണ്ടില്ലേ അത് അതിൽ പറഞ്ഞ കമൻറ്റുകളൊക്കെ വളരെ മോശമൊന്നും. ഞാൻ ഇല്ലണ്ണ ഇല്ല. ഹലോ, ഇന്ന് പ്രോഗ്രാം എടുക്കണേ? അണ്ണാ വിളിക്കണ്ണ. പ്രോഗ്രാം എടുക്കണില്ലേ ഇന്ന്? ഏത് പ്രോഗ്രാം? കിങ് ഓഫ് ഡേ. കിങ് ഓഫ് ഡേ ശരിയാവൂല. ശരിയാവൂല. അതെനിക്ക് അറിയാം. എടുത്തില്ലെങ്കിൽ ചോദ്യങ്ങൾ വളരെ മോശം. എന്റെ ചോദ്യങ്ങൾക്ക് എന്താണ് കുഴപ്പം? വളരെ മോശം. ശരിയാണ്. മോശം അനുസരി വേറൊന്നും കൊണ്ട് ഞാൻ പറഞ്ഞല്ലേ. വളരെ മോശം അത് ചോദ്യങ്ങൾ. മോശമായോണ്ട് കഴിഞ്ഞേന് ഞാൻ ചാവാനായിട്ട് പോയപ്പം എന്നെ വിളിച്ചോണ്ട് നിർത്തി കുറെ ഉപദേശിച്ചില്ലേ? ഞാൻ അപ്പോഴും വന്നത് കൊണ്ടാണല്ലോ അനുസരിച്ച് ചാവാത്തത്. ഇപ്പൊ ഞാൻ വന്നത് കൊണ്ടാണല്ലോ താങ്കളും ചാവാത്തത്. അതെന്തിനെന്നറിയാം, ഈ നമുക്കൊരു പെട്ടെന്ന് തോന്നണേ, ആത്മഹത്യ ചെയ്ത് പെട്ടെന്ന് തോന്നണേ. ഇന്നലെ തന്നെ എനിക്ക് തോന്നണ കോഴിക്കോട് ഒരു സൈഡിൽ ഒരുത്തൻ കാറിനകത്തിരുന്ന് തീ കൊളുത്തി മരിച്ചു. പെട്ടെന്ന് അപ്പടി തോന്നണ ഒരു ഇതാണ്. പക്ഷെ ഇപ്പൊ അനുസരിച്ച് വന്നത് ഭാഗ്യമായി കേട്ടോ. അല്ലായിരുന്നു എനിക്ക് 2 മക്കളൊക്കെ ഉള്ളതാണ്. എന്ത് ചെയ്യും? പോകൂലേ? അല്ലെങ്കിലും ചാവയൊന്നുമില്ല, ചുമ്മാ എന്നെ പഠിപ്പിക്കാൻ. ഞാൻ പുതിയ ഇതിന്റെ ഒന്നും വലിയ ക്വസ്റ്റ്യൻ എടുത്തോണ്ട് എന്നെ വരട്ടാ. ഞാൻ കണ്ട അവിടെ നിന്ന് വന്നപ്പോഴത്തേക്ക് എന്നെ വരട്ടാൻ വേണ്ടി ചെയ്യണം. മനസ്സിലായല്ലേ? പിന്നെ അല്ലാതെ ഇന്ന് എങ്ങനെയാണ് രീതി? എങ്ങനെയാണ് ഇന്നത്തെ രീതി? ഞാൻ ഇന്നത്തെ പോലെ തന്നെ 5 കുസൃതി ചോദ്യങ്ങളും 5 GK ക്വസ്റ്റ്യനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞെട്ടിക്കണമെന്ന് വെച്ചാൽ ഞെട്ടിക്കും. കുസൃതി ചോദ്യം, ഞെരിപ്പ് ചോദ്യങ്ങൾ. 8ന്റെ പണി വരുന്ന തല പുകഞ്ഞ് ആലോചിച്ചാലും കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണ്. ശരി, അപ്പൊ നമുക്ക് പോവാം. തുടങ്ങാം. എനിക്ക് വേറൊരു കാര്യം കൂടെ പറയട്ടെ. കമന്റ് വഴി നിങ്ങൾ ആൻസർ ഇടണം. കമന്റ് വഴി. അതിലൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയാം. 10 ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യുന്നവർക്കാണ് ബാലരാമപുരം കൈത്തറിയുടെ അതിമനോഹരമായ തുണിത്തരങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നത്. അല്ലേ? അതെ. പക്ഷെ 10 ക്വസ്റ്റ്യനും കറക്റ്റ് ആൻസർ കമന്റ് ചെയ്യണം. അതിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. ലൈവ് വഴിയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല കമന്റ് ചെയ്യുന്നവർ അവരുടെ മൊബൈൽ നമ്പർ കൂടി ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കാര്യം ഞങ്ങൾ ഒരാളെ അറിയും. ഇപ്പൊ തന്നെ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒരു ക്ഷേത്ര പ്രോഗ്രാം എടുത്ത് നിങ്ങളെല്ലാം കണ്ടു കാണും. കോട്ടൂന്ന മഹാദേവ ക്ഷേത്രത്തില് പ്രോഗ്രാം എടുക്കാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ശ്രീകണ്ഠൻ CK എന്ന് പറഞ്ഞ ആരോ ഒരു നിരന്തരം ഇടുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ആരെന്ന് അറിഞ്ഞൂടാ. അപ്പൊ നോക്കിയപ്പം ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഞാനാണ് ശ്രീകണ്ഠൻ CK. എനിക്ക് സമ്മാനം എവിടെ? അതെ, ഞങ്ങളും മേടിച്ചു ശ്രീകണ്ഠൻ CK. അപ്പൊ ഞങ്ങൾ നോക്കി എന്നും കമന്റ്. അങ്ങനെ എടുക്കാൻ ഒരാളെ മാത്രം സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിലൊരു കുഴപ്പമുണ്ട്, ഞറുക്കെടുപ്പ് കുറെ നടത്താറുണ്ട്. ഞറുക്കെടുപ്പുണ്ട്. ഒരു 10 എപ്പിസോഡിൽ നടത്തിയതേ നടത്തിയുള്ളൂ. ഇനി ഏകദേശം ഒരു 10-15 കിടപ്പുണ്ട്. ഓക്കെ, എന്തായാലും മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അതിന്റെ ഞറുക്കെടുപ്പ് നടത്തുന്നതായിരിക്കും. ദ കിങ് ഓഫ് ഡേ എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ 10 ക്വസ്റ്റ്യൻസ് ഒക്കെ റെഡി ആക്കിയിട്ട് ഇങ്ങനെ ഫോണും പിടിച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. 5 GK ക്വസ്റ്റ്യൻ ഉണ്ട്, 5 കുസൃതി ചോദ്യമുണ്ട്. ഇന്നത്തെ കുസൃതി ചോദ്യങ്ങൾ നല്ല രസമാണ്. രസമെന്ന് മാന്യ പ്രേക്ഷകരാണ് പറയാനുള്ളത്. ഞാനും പറയും. പ്രേക്ഷകർ എന്തായാലും കുറ്റമൊന്നും പറയത്തില്ല. നല്ല ക്വസ്റ്റ്യൻസാ, അത് അടിപൊളി. നിങ്ങളാരും കേട്ടിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസാ. ഓക്കെ, എൻ്റെ അടുത്ത് ശശി എണ്ണം പറഞ്ഞറിയാല്ലേ ഞാൻ റെയിൽവേ ഒരു സോറി മണിയെണ്ണ മാറിപ്പോയി. ശശിയെണ്ണ വിളിക്കും, മണിയെണ്ണ വിളിക്കും, അതാണ് മാറിപ്പോയി. മണിയെണ്ണ വിളിച്ച് അങ്ങനെയല്ല, മണിയെണ്ണ വിളിച്ച് കുറച്ച് കഴിയുമ്പോൾ ശശിയെണ്ണ വിളിക്കും, ശശിയെണ്ണ വിളിച്ച് മണിയെണ്ണ വിളിച്ച് എല്ലാം കുഴഞ്ഞു കിടക്കുന്ന ആ സമയത്താണ് ഞാൻ റെയിൽവേ പാളത്തിൽ കൂടെ കയറിപ്പോയത്.
അനുശ്രീ വന്നില്ലായിരുന്നെങ്കിൽ അറിയായിരുന്നല്ലേ. മനസ്സിലാവണുണ്ട്. ഒരു ശശിയണ്ണനും ഒരു മണിയണ്ണനും കൂടെയാണ് ഈ കളികളെല്ലാം കളിക്കണത്. എനിക്ക് കണ്ട കൈ കിട്ടണമെങ്കിൽ എന്തായാലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഒന്നും കൂടെ പറയണ്ടേ? വേണ്ട ബോറായി പോകും. വേണ്ട, പ്രേക്ഷകർക്ക് ബോറാവും. നമ്മൾ അവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും പാളത്തി വെച്ച് പറഞ്ഞതല്ലേ, ഇനി ഒന്നുകൂടെ പറയണം. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കുസൃതി ചോദ്യമാണേ. പോരട്ടെ ചേട്ടാ, അടിപൊളിയായിട്ട് പോരട്ടെ. ഡയലോഗ് അടിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഊതിയാൽ വീർക്കും, പക്ഷെ ബലൂൺ അല്ല. വലിക്കാൻ പറ്റും, സിഗരറ്റ് അല്ല. കഴിക്കാറുണ്ട്, ഇറക്കാറില്ല. ഒട്ടാറുണ്ട്, പക്ഷെ പശയല്ല. പിന്നെ എന്താണത്? ഊതിയാൽ വീർക്കും, ബലൂൺ അല്ല. വയറല്ല, വലിക്കാൻ പറ്റും, സിഗരറ്റ് അല്ല. കഴിക്കാറുണ്ട്, അല്ല. ബലൂണൊന്നുമില്ല. ഇത് കഴിക്കുന്ന കഴിക്കുമ്പോഴത്ത് കഴിച്ചിട്ട് നമുക്കത് പെരുപ്പിക്കാനൊക്കെ പറ്റും, അങ്ങനത്തെ ഒരു സാധനം. എന്നിട്ട് ബലൂൺ കണക്ക് അതിങ്ങനെ പെരുത്ത് വരും, നമുക്ക് പൊട്ടിക്കാം. കുട്ടിയൊക്കെ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ വായിലിട്ടിങ്ങനെ ഇങ്ങനെ നിൽക്കും ചവച്ചൊക്കെ, പക്ഷേ ഉള്ളിലോട്ട് അങ്ങോട്ട് ഇറക്കാറുണ്ട്. അങ്ങനെ ഒരു സാധനമുണ്ട്. പ്രേക്ഷകർക്ക് എപ്പോഴേ കത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ അടുത്ത രണ്ടാമത്തെ എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ്. ഭൂമിയും സൂര്യനും ഏറ്റവും കൂടുതൽ അകലത്തിൽ നിൽക്കുന്ന ഒരു ദിനമുണ്ട്, ഒരു ദിവസമുണ്ട്. അത് ഏത് ദിവസം? ജൂലൈ മാസത്തിലാണ് ആ ഒരു ദിവസം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് എന്നാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ജൂലൈ 1 ആണോ, 2 ആണോ, 3 ആണോ, അങ്ങനെയൊക്കെ ഉള്ളത്. ഓക്കെ, ജൂലൈ 4 ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഉത്തരവും ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. ഞാൻ എന്തായാലും മാങ്ങ അറിഞ്ഞതാണ്. ഓക്കെ. കയറാൻ പോണ നോക്കണേ, എന്തിന് പ്രോഗ്രാമിലോട്ട് പോകും. മാന്യ പ്രേക്ഷകർ വെയിറ്റിംഗിലാണ്. ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യുദ്ധമുഖത്ത് പട്ടാളക്കാർക്ക് ഇഷ്ടപ്പെട്ട റേഷൻ ഏതാണ്? യുദ്ധമുഖത്ത് പട്ടാളക്കാർക്ക് ഇഷ്ടപ്പെട്ട റേഷൻ ഏതാണ്? ഹോസ്പിറ്റലിൽ കിട്ടുന്ന ഒരു റേഷനാണ്. യുദ്ധമുഖത്ത് അവർ ഒന്ന് ഫോം ചെയ്ത് എടുക്കാറുണ്ട് പട്ടാളക്കാരൊക്കെ. അങ്ങനെയുള്ള ഒരു റേഷൻ്റെ ഫ്രണ്ടിൽ 2 അക്ഷരങ്ങളും കൂടെ അങ്ങ് ചേർത്ത സെറ്റ്. എന്താണ് സംഭവം? ഓപ്പറേഷനാണോ? ഇങ്ങനെ എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ പറയണ്. ഞാനിനി അടുത്ത ദിവസം തൊട്ട് പ്രോഗ്രാമിന് വരൂല, സത്യമായിട്ടും വരൂല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ അന്ന് അവിടെ നിന്ന് ചാടി ചാവെന്ന് പറഞ്ഞ് ഇന്നപ്പോൾ അതിന് സമ്മതിച്ചില്ല. ഇപ്പം ആൻസറും കൂടെ പറഞ്ഞു കൊടുക്കണം. ഏതായാലും അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളുടെ ദൂരം എത്ര ഉണ്ടെന്ന് അറിയാലോ? എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അത് അളക്കാനുള്ള ഒരു അളവുണ്ട്. ആ അളവിനെ പറയുന്ന പേര്, ഒരു യൂണിറ്റ്. ആ യൂണിറ്റിനെ പറയുന്ന പേര് എന്തിനാണ്? സ്കെയിലാ? അല്ല, സ്കെയിലൊന്നും അല്ല. അത് സ്കെയില് നമ്മൾ സാധാരണ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ അളക്കാൻ ഉപയോഗിക്കുന്നത്. ബാരോമീറ്റർ അല്ല, അത് നമ്മുടെ താപം, അന്തരീക്ഷ താപം അളക്കാൻ ഉപയോഗിക്കുന്നത്. എനിക്കറിഞ്ഞൂടെ. എന്തായാലും മാന്യ പ്രേക്ഷകർക്ക് ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടൂ. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. വാതിലും ജനലും ഇല്ലാത്ത റൂം ഏതാണ്? വാതിലും കാണൂല, ജനലും കാണൂല. ശ്വാസം മുട്ടൂല. അതിലും ജനലും ഇല്ല. ഇതൊരു ജീവനില്ലാത്തൊരു സാധനമാണ്. കുട പിടിച്ച് നിൽക്കും ഈ ഒരു സാധനമേ. പിന്നെ നമ്മള് ഞാൻ പറയുന്നത് ആദ്യം കുട പിടിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു സാധനം നിൽക്കുന്നേ. നമ്മളെ ഇത് തോരൻ വെച്ചൊക്കെ കഴിക്കും, പിന്നെ കറി വെച്ച് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണേ. പക്ഷേ പണി കിട്ടും. വീട്ടിൻ്റെ അടുത്തൊക്കെ ഇതിങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ കൊണ്ടുവന്ന് തോരനൊക്കെ വെച്ചാണ്ടല്ലോ, അപ്പോഴേ കാറ്റു. എനിക്ക് മനസ്സിലായി. ഞാൻ പറയണോ? പറയരുത്. പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പോകും. ഞാൻ ആ കുളത്തിൽ അന്ന് ചാടി അവിടെ ഞാൻ ഇപ്പൊ പോകും. അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, അത് ഞാൻ പറയാനില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഒരു GK ക്വസ്റ്റ്യൻ ആണ്. രാത്രിയും പകലും തുല്യമായിരിക്കുന്നത് ഏത് ഭൂമേഖലയിൽ ആണ്? രാത്രിയും പകലും തുല്യം. അവിടെ എപ്പോഴും തുല്യമായിരിക്കും. അങ്ങോട്ടും മാറൂല, ഇങ്ങോട്ടും മാറൂല. അതൊരു വ്യത്യസ്തമായ ചോദ്യമാണല്ലോ. അത് തന്നെ പലർക്കും അറിഞ്ഞൂടല്ലോ അത് ഏത് ഭൂരേഖയിലാണ്. എന്തായാലും ആ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടും. പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, അങ്ങനെയൊക്കെ ഉള്ള. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു രേഖയാണ്. എന്തായാലും ആ രേഖ ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചിത്രലേഖ അല്ലേ? ഓക്കെ, എന്താ ആയിക്കോട്ടെ. ഉത്തരം നിങ്ങൾ തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടും. സ്കൂളിൽ പോയിട്ടില്ലേ? ആര്? ചിത്രലേഖ. ചിത്ര ആര്?
ചിത്ര ഇതുവരെ പറഞ്ഞില്ല. ചിത്രകാരി എനിക്കറിഞ്ഞൂടാ. പണ്ടൊരു ചിത്രയെ പറ്റി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തായാലും ഞാൻ ഒപ്പം പറയണില്ലേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കറികളിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു കായുണ്ട്, ഏതാണ് ആ കായ? കറികളിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. ഈ ഒരു കായ ഉണ്ടല്ലോ, നമ്മുടെ ഈ തുറമുഖത്ത്, നമ്മുടെ ഈ ബീച്ച് സൈഡിലൊക്കെ കാണും. എന്താണ്? നമ്മുടെ ബീച്ച് സൈഡിലൊക്കെ കാണുന്ന വള്ളമൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു സാധനം വേണം. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് ഇപ്പോഴും ഒരു ഭരണഘടനയെ കുറിച്ച് പറയുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ഏതാണ് ആ ഭാഗം? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവെന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗം ഏതാണ്? അറിഞ്ഞൂടാ. എന്തായാലും അത് ഏകദേശം ഉള്ളവർക്ക് അറിയാവുന്ന. എന്തായാലും ചോദ്യം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. ബാലരാമപുരം കൈത്തറി അതിമനോഹരമായ തുണിത്തരങ്ങൾ സമ്മാനമായി നേടൂ. ബാലരാമപുരം കൈത്തറി കാര്യം എപ്പോഴും പറയണ എന്തിനു? അവർക്ക് പൈസ തരണ്ടേ നമുക്ക്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എല്ലാ കാര്യങ്ങളും ഒരുപോലെ കാണാനും ഒരുപോലെ ചെയ്യാനും സാധിക്കുന്ന ഇരട്ടകൾ ആരാണ്? എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ ഇരട്ട കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് ചെറിയ വ്യത്യാസങ്ങളെങ്കിലും ഉണ്ടാവും. പക്ഷെ ഈ രണ്ട് സാധനത്തിനും ഒരു വ്യത്യാസവും കാണത്തില്ല. ഒരുപോലെ കാണാനും ഒരു കാര്യങ്ങളൊക്കെ ഒരുപോലെ ചെയ്യാനും സാധിക്കുന്ന ഇരട്ടകൾ ആര്? നമുക്കെല്ലാവർക്കും ഉള്ള സാധനമായത്. നമുക്കെല്ലാവർക്കും ഉണ്ട് ഈ ഒരു സാധനം. എന്നെ നോക്കരുത്, അങ്ങോട്ട് പ്രേക്ഷകരെ നോക്കൂ. എന്തായാലും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യും. ഇന്ന് ഞാൻ ഒരു ഭരണഘടനയുടെ ക്വസ്റ്റ്യനും കൂടെ തരാം. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര പട്ടികകൾ ആണുള്ളത് എന്ന് വെച്ചാൽ ഷെഡ്യൂൾസ് ആണുള്ളത്. എത്ര പട്ടികകൾ ഉണ്ട്? പട്ടികകൾ. എന്തായാലും ചോദ്യം മാന്യ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ, സമ്മാനം നേടൂ. അപ്പോൾ 10 ക്വസ്റ്റ്യനും കഴിഞ്ഞു. പെട്ടെന്ന് കഴിഞ്ഞേട്ടാ. സൂപ്പർ ക്വസ്റ്റ്യനുകളായിരുന്നു ഇന്നത്തെ. എന്തായാലും ഓരോ എപ്പിസോഡ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് എന്തായാലും നിങ്ങൾ നന്നായി തന്നെ ഇരിക്കുന്നു. എനിക്ക് ഒന്ന് പറയട്ടെ, ഒന്ന് ചുമ്മാ പ്രേക്ഷകർ പറയാം എന്തൊരു കുഴപ്പം, എനിക്ക് നന്നായിക്കൊണ്ടിരിക്കണം. ഓക്കെ. എന്തായാലും ഇന്നത്തെ ചോദ്യങ്ങൾ അടിപൊളിയായിരുന്നു. ഉത്തരം തെറ്റുകൂടാതെ കമന്റ് ചെയ്യൂ. ബാലരാമപുരം കൈത്തറി തുണിത്തരങ്ങൾ സമ്മാനമായി നേടൂ. എന്തായാലും ഞങ്ങളുടെ ഈ ഒരു എളിയ പ്രോഗ്രാം 2 കൈയും നീട്ടി സ്വീകരിച്ച മലയാളികളായ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞങ്ങളുടെ ഓരോ നിമിഷവും ഞങ്ങളുടെ VMTV ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഭവനമില്ലാത്ത 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നത്. ആ പദ്ധതിക്ക് നിങ്ങൾ കൈത്താങ്ങായി മാറുക. ഞങ്ങളുടെ ഈ VMTVയുടെയും വിഘ്നേശ്വര മീഡിയ TVയുടെയും സബ്സ്ക്രൈബറായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ടോക്കൺ എടുത്ത് ഈ ഒരു പദ്ധതിയിൽ വിജയിക്കണം. അല്ലേ മനസ്സിലായി? അതെ, പിന്നെ അല്ലാതെ നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാൽ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ടാണ് ഞങ്ങൾ കണക്കൂട്ടുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങൾ മാത്രം ഒന്നിച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു പദ്ധതി വിജയിപ്പിക്കാൻ പറ്റും. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ ഈ എളിയ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.